സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ.ആർ ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് എ.ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. എ.ആർ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, എ.ആർ കോംപ്ലക്സ്. ഷൊർണൂർ വയോധികയുടെ വീടിനോട് ചേർന്നുള്ള പാർശ്വഭിത്തികൾ 15 അടിയോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞിറങ്ങി. ഷൊർണൂരിൽ വയോധികയുടെ വീടിനോട് ചേർന്നുള്ള പാർശ്വഭിത്തികൾ 15 അടിയോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞിറങ്ങി. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. പാർശ്വഭിത്തിയോട് ചേർന്ന് സ്വകാര്യ വ്യക്തി മണ്ണിളക്കി ചാല് കയറുന്നത് തടഞ്ഞില്ലെങ്കിൽ വീടിന് ഭീഷണിയാകുമെന്ന് കാണിച്ച് വയോധിക റവന്യൂ ഉൾപ്പെടുന്ന അധികൃതർക്ക് 1 വർഷം മുമ്പ് നൽകിയ പരാതിയിൽ അന്വേഷണവും നടപടിയും ഉണ്ടാക്കാത്തതിനാലാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. ചുടുവാലത്തൂർ പാറക്കോട്ടുകളത്തിൽ ജാനകി പറഞ്ഞു. ഷൊർണൂർ ചുടുവാലത്തൂരിൽ പാറക്കോട്ടുകളത്തിൽ 60 വയസ്സുകാരിയായ ജാനകിയും ഏക മകളും താമസിക്കുന്ന വീടിന്റെ അടിത്തറ ഉൾപ്പെടെ ഒരു മഴ പെയ്താൽ ഇടിഞ്ഞിറങ്ങും എന്നതാണ് അവസ്ഥ. വീടിനോട് ചേർന്ന് കരിങ്കല്ല് കൊണ്ട് കെട്ടിപ്പൊക്കി അതിനു മുകളിൽ സിമന്റ് കട്ടകൾ കൊണ്ട് കെട്ടിയ പാർശ്വഭിത്തിയാണ് പൂർണ്ണമായും ഇന്നലെ ഇടിഞ്ഞിറങ്ങിയത്. 15 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടിന്റെ തറയോട് ചേർന്ന ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞിറങ്ങിയതോടെ വീട്ടുകാരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നഗരസഭ അധികാരികൾ. പക്ഷേ ഈ വീട് വിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന ആശങ്കയിലാണ് ഇവർ. ഇവരുടെ ഉടമസ്ഥതയിലുള്ള 4.5 സെന്റ് സ്ഥലത്തോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. 1 വർഷം മുമ്പ് ഈ സ്ഥലത്താണ് സ്വകാര്യ വ്യക്തി മണ്ണിളക്കി ചാലു കീറിയതെങ്കിലും അത് വിനയായത് പാറക്കോട്ടുകളത്തിൽ ജാനകിക്ക്. കരിങ്കല്ല് പടവുകൾക്ക് താഴെയുണ്ടായിരുന്ന വലിയ പാറക്കല്ലുകൾ ഡ്രില്ലർ മെഷീൻ ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് റവന്യൂ അധികൃതർക്കും നഗരസഭയ്ക്കും ജാനകി പരാതി നൽകിയത്. വില്ലേജ് ഓഫീസർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ തഹസിൽദാർ ഉൾപ്പെടുന്നവർക്ക് പരാതി നൽകിയതായാണ് ജാനകി പറയുന്നത്. തഹസിൽദാറും അന്വേഷിച്ചു പോലുമില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ്. 4.5 സെന്റ് സ്ഥലമേ. ഞാനിതിൻ്റെ സൈഡിൽ കൂടെ എന്താ മതിൽ കെട്ടിയിട്ടുണ്ട്. ഈ മതിൽ കെട്ടിയതിൻ്റെ താഴത്ത് പള്ളിയിലെ കൃഷ്ണകുമാറിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയിൽ എൻ്റെ മതിലും പിന്നെ അവൻ അതിൻ്റെ താഴെ കൂടെ ഒരു വെള്ളച്ചാല് പുതിയതായിട്ട് ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയിൽ ഒരൊറ്റ ഭിത്തിയെ കെട്ടിയിട്ടുള്ളൂ. ആ ഒറ്റ ഭിത്തിയുടെ എൻ്റെ മതിലിൻ്റെ ഇടയിൽ കൂടെയാണ് അവൻ ചാലിട്ടിരുന്നത്. ആ ചാലിൻ്റെ ഇടയിൽ ഒരു പാറക്കല്ലുണ്ടായിരുന്നു. അത് അവൻ കംപ്രസർ കൊണ്ടുവന്നിട്ട് JCB കൊണ്ടുവന്നിട്ട് കുറേ തിക്കി നോക്കി കിട്ടിയില്ല. അപ്പോൾ കംപ്രസർ കൊണ്ടുവന്നിട്ട് അവൻ അത് പൊട്ടിച്ചെടുത്തു. ആ പൊട്ടിച്ചെടുത്താലാണ് ഈ മതിൽ ഇതേമാതിരി പൊട്ടിച്ചെടുത്തത്. കഴിഞ്ഞ 24 മാസത്തിലാണ്. ഡേറ്റ് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മുനിസിപ്പാലിറ്റിക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. അവരത് നേരെ വില്ലേജിലേക്ക് വിട്ടു. വില്ലേജിൽ നിന്ന് ഇതിന്ന് വീണ്ടും ഒരു അന്വേഷണം വേണം, അവിടെ ചാലുണ്ടോയെന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അവർക്ക് അവിടെ ചാലുണ്ടോയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊടുത്തത്. എൻ്റെ പ്രോപ്പർട്ടിക്ക് കേടുവരും, അതുകൊണ്ട് അതൊന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുനിസിപ്പാലിറ്റിയിലും സമീപിച്ചത്, വില്ലേജിൽ നിന്ന് സമീപിച്ചത്. പക്ഷേ ഇത് രണ്ടും അവരിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ സ്ഥലത്തിൻ്റെ മുതലുടമ അവരെ തെറ്റിദ്ധരിപ്പിച്ച് മാറ്റിയിട്ട് എനിക്ക് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നു. എന്നിട്ട് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിനും എനിക്ക് യാതൊരു മറുപടിയും വന്നില്ല. എൻ്റെ നിലവിലെ ആവശ്യം എനിക്ക് ഈ അതിൽ അവർ കെട്ടിത്തരണം. എനിക്ക് യാതൊരു കഴിവുമില്ല. ഒരു ഭർത്താവ് ക്യാൻസർ വന്നിട്ട് പെട്ടെന്നാണ് മരിച്ചത്. ഒരു മോളേ ഉള്ളൂ. ഞാൻ വീട്ടുപണി എടുത്തിട്ടാണ് ജീവിക്കുന്നത്. പാറ പൂർണ്ണമായി പൊട്ടിച്ചെടുത്തപ്പോൾ പാറയോട് ചേർന്ന് കെട്ടിയ ജാനകിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും ഇടിയുകയാണ് ഉണ്ടായത്. ഒരു മഴ കൂടി പെയ്താൽ വീടിന്റെ ഒരു ഭാഗം ഇടിയുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമുള്ള അനാസ്ഥയുടെ നേർസാക്ഷ്യമാണ് വയോധികയും കുടുംബവും ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് നഗരസഭാംഗം പ്രസാദ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.